വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഇന്ന് നമ്മൾ ശ്രീമൻ നാരായണത്തിൽ 37ാമത്തെ ദശകത്തിലാണുള്ളത്. 37ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകമാണ് ഇപ്പം ഞാൻ വായിക്കാൻ വന്നത്. 6 തൊട്ട് 10 വരെ വായിക്കാം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷു ഈശ ഗതേഷു താവക കൃപാ പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യ ഉത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഹത് രാജാ സൂരാത്മജഃ. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷു ഈശഗതേഷു താവക കൃപാം പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യ ഉത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഹത് രാജാ സൂരാത്മജഃ. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതഃ സ്വാന്തേഷു ഈശഗതേഷു താവക കൃപാം പീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യ ഉത്തരേ ധന്യാ ദേവകനന്ദനാം ഉദവഹത് രാജാ സഹ ശൂര ആത്മജഃ. ഹേ ഭഗവാൻ, ചെവിക്കമൃതമായിരുന്ന അങ്ങയുടെ വാക്യത്തെ കേട്ട് എല്ലാവരും അങ്ങയുടെ കരുണാമൃതം കൊണ്ട് സംതൃപ്തരായി മനസമാധാനത്തോടുകൂടി മടങ്ങിപ്പോയപ്പോൾ അങ്ങയുടെ സാന്നിധ്യ വിശേഷത്താൽ പരിശുദ്ധമായി പ്രസിദ്ധിയാർന്ന മധുരാപുരിയിൽ ശൂരസേനൻ്റെ പുത്രനായ രാജാവ് വാസുദേവൻ ധന്യനായ ദേവൻ്റെ പുത്രിയായ ദേവകിയെ വിവാഹം ചെയ്തുവത്രേ. ഹേ ഭഗവാൻ, ചെവിക്ക് അമൃതമായിരുന്ന അങ്ങയുടെ വാക്ക് കേട്ട് അവരെല്ലാവരും അങ്ങയുടെ കരുണാമൃതം കൊണ്ട് സംതൃപ്തരായി മനസമാധാനത്തോടുകൂടി മടങ്ങിപ്പോയപ്പോൾ അങ്ങയുടെ സാന്നിധ്യ വിശേഷത്താൽ പരിശുദ്ധമായി പ്രസിദ്ധിയായി തീർന്ന മധുരാപുരിയിൽ ശൂരസേനൻ്റെ പുത്രനായ ഒരു രാജാവ് വസുദേവൻ ധന്യനായ ദേവൻ്റെ പുത്രിയായ ദേവകിയെ വിവാഹം കഴിച്ചു അത്രേ. അടുത്ത ശ്ലോകം. ഉദ്വാഹവസിതോ തദീയ സഹജ കംസാത് അത സമ്മാനയന് ഏതോ സുതതയാ സതഃ പതിരതേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാഹ ത്വാം അതിപുഷ്ടം അഷ്ടമസുധാ ഹന്തായിരി ഹന്തയീരിതഃ സാന്ദ്രാസാർ സഹതും ഹന്തും അന്തിഗതാം തമ്പിം കൃപാണീമദാത്. ഉദാഹ അവസിതോ തദീയ സഹജഃ കംസ അത സമ്മാനയന് ഏതോ സുതതയാ ഗതപതി രഥേ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാത്വം അതിദുഷ്ടമഷ്ടമസുധാ ഹന്തായിരി ഹന്തയീരിതഃ സാന്ദ്രാസാർ സഹതും ഹന്തും അന്തികഗതാം തമ്പിം കൃപാണീമദാത്. ഉദാഹ അവസിതോ തദീയ സഹജഃ കംസ അത സമ്മാനയന് ഏതോ സുതതയാ ഗതിപതി രഥേഃ വ്യോമ ഉത്ഥയാ തദ്ഗിരാ അസ്യാ ത്വാം അതിദുഷ്ടം അഷ്ടമസുധാ ഹന്തായിരി ഹന്തയീരിതഃ സാന്ദ്രാസാർ സതുഹന്തും അന്തികാഗതാം തമ്പിം കൃപാണീമദാത്. ഉദാഹവസിതോ തദീയ സഹജഃ കംസാത് സമ്മാനയന് ഏതോ സുതതയാ ഗതപതി രഥേഃ വ്യോമോത്ഥയാ ത്വദ്ഗിരാ അസ്യാ ത്വാം അതിദുഷ്ടം അഷ്ടമസുതഃ ഹന്തായിരി ഹന്തയീരിതഃ സാന്ദ്രാസാർ സതും ഹന്തും അന്തികഗതാം തമ്പിം കൃപാണീമദാത്. അനന്തരം വിവാഹത്തിൻ്റെ അവസാനത്തിൽ അവളുടെ സഹോദരനായ കംസൻ ഈ വധൂവരന്മാരെ ബഹുമാനിച്ച് സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് രാജമാർഗത്തിൽ കൂടി തേരോടിച്ചു പോകുമ്പോൾ അവളുടെ 8ാമത്തെ പുത്രൻ പരമദുഷ്ടനായിരിക്കുന്ന നിന്നെ കൊല്ലും എന്നിപ്രകാരം ആകാശത്തിൽ നിന്നുണ്ടായ അങ്ങയുടെ വചനത്താൽ പറഞ്ഞറിയിക്കപ്പെട്ടു. അവനാകട്ടെ മരണഭയം നിമിത്തം സ്വസമീപത്തിലിരിക്കുന്ന ആ പെൺകുടിയെ കൊല്ലുവാൻ വാളെടുത്തു അത്രേ. കഷ്ടം. 3ാമത്തെ ശ്ലോകം. ഗൃഹാനചകരേഷു താം ഖലമതിഃ ശൗരേ ചിരം സാന്ത്വനൈഃ നോ മുഞ്ചൻ പുനഃ ആത്മജാർപ്പണഗിരാം പ്രീതാഥായാതഗൃഹാൻ അദ്യത്വം സഹജം അത അർപ്പിതം അഭിസ്നേഹേന നാഹൻ സസൗ ദുഷ്ടാനാമപി ദേവഃ പുഷ്ടകരുണാ ദുഷ്ടാഹി ഏകതാം. ഗൃഹാനഃ ചിഗുരേഷു താം ഖലമതിഃ ശൗരേ ചിരം സാന്ത്വനൈഃ നോ മുഞ്ചൻ പുനഃ ആത്മജാർപ്പണഗിരാ പ്രീതാദയത
यादगृहान् अद्यत्वत् सहजं तदा अर्पितम् अभिस्नेहेन नाहन् असौ दुष्टानामपि देवपुष्टकरुणां दुष्टाहिति एकदा गृह्णान जिगरेषु तं खलमती शौर्ये चिरं सान्त्वनैः नो मुञ्जन् पुनः आत्मज अर्पणगिरा प्रीत यदा यादगृहान् अद्यत्वं सहजं तदा अर्पितम् अपि स्नेहेन नाहन् असौ दुष्टानाम् अपि देवपुष्टकरुणा दुष्टाहिति एकदा ദുർബുദ്ധിയായ അവൻ അവളെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സൂര്യസേനാത്മജൻ്റെ സമവാക്യങ്ങളാലും വളരെ നേരത്തേക്ക് വിടാതെ ഇരുന്നതുകൊണ്ട് പിന്നീടുണ്ടായ പുത്രന്മാരെ സമർപ്പിച്ചു കൊള്ളാം എന്നുള്ള വാക്യത്താൽ സന്തുഷ്ടനായി സ്വഭവനത്തിലേക്ക് മടങ്ങി. അതിനുശേഷം അതിനനുസരിച്ച് തന്നെ സമർപ്പിക്കപ്പെട്ടുവെങ്കിലും ആദ്യത്തെ അങ്ങയുടെ സഹോദരനെ അവൻ സ്നേഹനിമിത്തം വധിച്ചില്ല. അല്ലയോ ദേവ, ദുഷ്ടന്മാരുടെ ഹൃദയവും ചില സമയങ്ങളിൽ വർദ്ധിച്ച കരുണയോട് കൂടിയതായി കാണപ്പെടുന്നുണ്ടല്ലോ. 9-ാമത്തെ ശ്ലോകം. താവത് त्वत्मनसा एव नारदमुनिः प्रोचे सभोजेश्वरं यूयं ननो सुरासुरा च यादवः जानासि किं न प्रभो मायावी सहरी भवत्पदकृते भविसूरप्रार्थनात् इति आकर्ण्य यदून् अददूनत् असौ शौरे च सूनूनहन् तावत् त्वत्मनसा एव नारदमुनिः प्रोचे सभोजेश्वरं यूयं ननु असुराः सुरा च यादवः जानासि किं न प्रभो मायावी सहरी भवत्पदकृते भावी सुरप्रार्थनात् इति आकर्ण्य यदून् अददूनत् असौ सौरे च सूनूनहन्. ആ സമയം ആ നാരദമുനി അങ്ങയുടെ മനോഗതമനുസരിച്ച് തന്നെ ഭോജരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലേ പ്രഭു, നിങ്ങളെല്ലാം അസുരന്മാരാണ്. യാദവന്മാർ സുരന്മാരാണെന്നുള്ളത് അങ്ങ് അറിയുന്നില്ല. മായാവിയായ ആ ശ്രീഹരി ദേവകളുടെ അപേക്ഷ അനുസരിച്ച് നിങ്ങളെ നിഗ്രഹിക്കുന്നവനായി അവതരിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള വാക്കുകളെ കേട്ടിട്ട് ഇവൻ കംസൻ വസുദേവപുത്രന്മാരെ കൊല്ലുകയും യാദവന്മാരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. ആ സമയം ആ നാരദമുനി അങ്ങയുടെ മനോഗതമനുസരിച്ച് ഭോജരാജാവിനോട് പ്രകാരം പറഞ്ഞു: അല്ലേ പ്രഭു, നിങ്ങളെല്ലാം അസുരന്മാരാണ്. യാദവന്മാർ സുരന്മാരാണെന്നുള്ളത് അങ്ങ് അറിയുന്നില്ല. മായാവിയായ ആ ശ്രീഹരി ദേവകളുടെ അപേക്ഷ അനുസരിച്ച് നിങ്ങളെ നിഗ്രഹിക്കുന്നതിനായി അവതരിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള വാക്കുകളെ കേട്ടിട്ട് കംസൻ വസുദേവപുത്രന്മാരെ കൊല്ലുകയും യാദവന്മാരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. 10-ാമത്തെ ശ്ലോകം. പ്രാപ്തേ സപ്തമഗർഭദാം അഹിപദൗ ത്വത്പ്രേരണാത്മായയാ നീതേ മാധവരോഹിണീം ത്വമവിഭോः സച്ചിത് സുഖ ഏകാത്മകഃ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈः സത്വം കൃഷ്ണവിദൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. പ്രാപ്തേ സപ്തമഗർഭദാമഹിപദൗ ത്വത്പ്രേരണാത്മായയാ നീതേ മാധവരോഹിണീം ത്വമവിഭോः സച്ചിത് സുഖ ഏകാത്മകഃ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈः സത്വം കൃഷ്ണവിദൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. ഹേ ലക്ഷ്മീകാന്ത, സർപ്പേന്ദ്രനായ ആദിശേഷന് 7-ാം ഗർഭത്തെ പ്രാപിച്ച് അങ്ങയുടെ പ്രേരണ കൊണ്ട് മായയാൽ രോഹിണിയിൽ നയിക്കപ്പെട്ടതിൻ്റെ ശേഷം, ഹേ ലക്ഷ്മീകാന്ത, സർപ്പേന്ദ്രനായ ആദിശേഷന് 7-ാം ഗർഭത്തെ പ്രാപിച്ച് അങ്ങയുടെ പ്രേരണ കൊണ്ട് മായയാൽ രോഹിണിയിൽ നയിക്കപ്പെട്ടതിനു ശേഷം സച്ചിദാനന്ദ സ്വരൂപിയായ നിന്തിരുവടിയും ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. സർവവ്യാപകനായ അല്ലയോ കൃഷ്ണ, ദേവകളാൽ സ്തുതിക്കപ്പെടുന്ന അപ്രകാരമുള്ള നിന്തിരുവടി എൻ്റെ രോഗസമൂഹത്തെ ഉന്മൂലനം ചെയ്യണമേ. ഉത്കൃഷ്ടമായ ഭക്തിയെ നൽകി അരുളിയിടണമേ. ഹേ ലക്ഷ്മീകാന്ത, സർപ്പേന്ദ്രനായ ആദിശേഷന് 7-ാം ഗർഭത്തെ പ്രാപിച്ച് അങ്ങയുടെ പ്രേരണ കൊണ്ട് മായയാൽ രോഹിണിയിൽ നയിക്കപ്പെട്ടതിനു ശേഷം സച്ചിദാനന്ദ സ്വരൂപിയായ നിന്തിരുവടിയും ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. സർവവ്യാപകനായ അല്ലയോ കൃഷ്ണ, ദേവകളാൽ സ്തുതിക്കപ്പെടുന്ന അപ്രകാരമുള്ള നിന്തിരുവടി എൻ്റെ സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമേ. ഉത്കൃഷ്ടമായ ഭക്തിയെ നൽകി അരുളിയിടണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സാന്ദ്രാനന്ദതനോഹരേ നനുപുര ദൈവാസുരേ സങ്കരേ തുത്കൃത്ത അഭികർമ്മശേഷവശതഃ ഏതേന യാതാ ഗതിം തേഷാം ഭൂതലഭൂജന്മനാം
दिदिभुवां भारेण दूरार्दिता भूमि प्राप विरिञ्चम् पदं देवैः पुरा एव आगतैः हाहा दुर्जनभूरिभारमदितां पादोनिदौ पादुकां यदां पालय हन्त मे विवशदां सम्पृच्य देवानिमान् इति आदिप्रचुरप्रलापविवशाम् आलोक्य दादामहीं देवानां वदनानि वीक्ष्य परितः लौथ्यौ भवन्तं हरे ऊचे च अम्बुजभूः अमून् अयुसुरां सत्यं दरिद्र्यावचः ननु हास्या भवतां च रक्षणविधौ दक्ष लक्ष्मीपति सर्वे सर्वपुरस्सरा वयमिद गत्वा पयोवारिधिं नत्वा त्वं सुमहे जवाद् इति युः साकं तव आकेतनम् ते मुद्दानिल शालिदुग्धजलदेः तीरं गदा सङ्गताः यावत् त्वत्पदचिन्तने एकमनसः तावत् सपादो जभूः त्वत्पाजहृदये निशम्य सकलान् आनन्दयनूजिवान् आख्यातः परमात्मना स्वयम् अहं वाक्यं तत् आकर्ण्यतां जाने दिनदशाम् अहं दिविशतां भूमे च भीमैः सुषभैः तक्षेपाय भवामि यादवकुले सह अहं समग्रात्मनां देवावृष्णिकुले भवन्ति कलया देवाङ्गना चावनौ मत्सेवार्थं यदि तुदीयवचनं पादो जभूः ऊजिवान् कृत्वा कर्णरसायनं तव वचः सर्वेषु निर्वाचित शान्तेषु ईशगदेषु तावककृपा पीयूषतृप्तात्मसु विख्याते मधुरापुरे किल भवत् सान्निध्यपुण्य उत्तरे धन्यां देवकनन्दनां मुदवहत् राजा ससूरात्मजः उदाहवसितौ तदीयसखचः कंसाद सम्मानयन् येदौ सुतदया गदः परिरदे व्योमोत्थया त्वद्गिराम् अस्या त्वम् अधिदुष्टम् अष्टमसुतहन्ता इति हन्तईरितः तान्त्रासात्सतुं हन्तम् अन्तिकगदान्तं पिङ्कृपाणीमदात् गृह्णानच्चिकरेषु त्वां गलमतिशौरेक्षिरं सान्त्वनैः नो मुञ्चं पुनरात्मजार्पणगिरा प्रेतोदयादो गृहान् आद्यं तुत्सहजं तदार्पितमपि स्नेहेन साहन्नसौ दुष्टानामपि देवदुष्टकरुणा दुष्टा हि धीरेकदा तावत् त्वन्मनसा एव नारदमुनिः प्रोचे स भोजेश्वरं यूयं ननोऽसुरासुरा च यादवः जानासि किं न प्रभो मायाभिसहरी भवत्पदकृते भावीसुरप्रार्थनात् इति आकर्ण्य यदून् हतदूनत् असौ सौरे च सूनूनहन् प्राप्ते सप्तमगर्भताम् अहिपदौ त्वत्प्रेरणात्मायया नीते माधवरोहिणीम् त्वमपि भोः सच्चित्सुखा एकात्मकः देवक्या जठरं विवेशितविभो संस्तूयमानः सुरैः सत्त्वं कृष्णविदूय रोगपटलीं भक्तिं परां देहि मे।